മലയാളത്തിന്റെ പ്രിയ അഭിനേത്രി കവിയൂർ പൊന്നമ്മ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഏതാനും ദിവസങ്ങളായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പത്തനംതിട്ട ജില്ലയിലെ കവിയൂരിൽ 1945 സെപ്റ്റംബർ 10-നാണ് ജനനം. നാടകത്തിലൂടെയാണ് സിനിമാരംഗത്തെത്തിയത്. 1962 പുറത്തിറങ്ങിയ ശ്രീരാമ പട്ടാഭിഷേകം ആണ് ആദ്യ ചിത്രം. ഒടുവിൽ വേഷമിട്ടത് 2021 പുറത്തിറങ്ങിയ ആണും പെണ്ണും എന്ന ചിത്രത്തിൽ. 4 തവണ മികച്ച സഹനടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടി. ആദ്യകാല നിർമ്മാതാവ് അന്തരിച്ച മണിസ്വാമിയാണ് ഭർത്താവ്. ഏക മകൾ ബിന്ദു അമേരിക്കയിൽ സ്ഥിരതാമസമാണ്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. ഏതാനും ദിവസങ്ങളായി ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. അരപതിറ്റാണ്ട് നീണ്ടുനിന്ന സിനിമാ ജീവിതത്തിൽ മലയാളത്തിലെ മിക്ക താരങ്ങളുടെയും അമ്മവേഷം കൊണ്ട് ശ്രദ്ധേയമായ നടിയാണ് കവിയൂർ പൊന്നമ്മ. 20-ാം വയസ്സിൽ കുടുംബിനി എന്ന ചിത്രത്തിൽ സത്യൻ, മധു തുടങ്ങിയ നായക നടന്മാരുടെ അമ്മയായി കവിയൂർ പൊന്നമ്മ വെള്ളിത്തിരയിൽ വരവറിയിച്ചു. എം.ടി. വാസുദേവൻ നായർ തിരക്കഥ എഴുതി നിർമ്മിച്ച നിർമ്മാല്യം എന്ന സിനിമ കവിയൂർ പൊന്നമ്മയുടെ സിനിമാ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായിരുന്നു. സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായ വെളിച്ചപ്പാടിന്റെ ഭാര്യയായി വേഷമിട്ട കവിയൂർ പൊന്നമ്മയുടെ കഥാപാത്രം നിരൂപക ശ്രദ്ധ പിടിച്ചുപറ്റി. തൊട്ടടുത്ത വർഷം പുറത്തിറങ്ങിയ നെല്ല് എന്ന ചിത്രമായിരുന്നു പൊന്നമ്മയുടെ കരിയറിന്റെ നാഴികക്കല്ലായി മാറിയത്. 1980-കളിൽ മലയാള സിനിമയിൽ ഒഴിച്ചുകൂടാനാകാത്ത താരമായി പൊന്നമ്മ മാറി. 1989-ൽ പുറത്തിറങ്ങിയ ദേവദാസ് എന്ന സിനിമ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. നാടകീയത നിറഞ്ഞ കഥാപാത്രങ്ങൾ മുതൽ ഹാസ്യ കഥാപാത്രങ്ങൾ വരെ പൊന്നമ്മ ഇക്കാലയളവിൽ അനായാസം വെള്ളിത്തിരയിൽ അവതരിപ്പിച്ചു. ടി.വി. സീരിയലുകളിലും പരസ്യങ്ങളിലും വേഷമിട്ടിട്ടുണ്ട്. ഗായികയായും മികവ് പുലർത്തി. പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലയിലെ കവിയൂരിൽ ടി.പി. ദാമോദരൻ ഗൗരി ദമ്പതികളുടെ മകളായാണ് പൊന്നമ്മയുടെ ജനനം. 1971, 72, 73 വർഷത്തിലും 1994 വർഷങ്ങളിലും മികച്ച രണ്ടാമത്തെ നടിക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ മികച്ച രണ്ടാമത്തെ നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് കൂടിയാണ്.